അധ്യായം 59 സൂറത്തുൽ ഹശ്ർ. മദീനയിൽ അവതരിച്ചത്. സൂക്തങ്ങൾ 24. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി വഹുവൽ അസീസുൽ ഹകീം. ആകാശഭൂമികളിലുള്ളവയെല്ലാം അല്ലാഹുവിന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുന്നുണ്ട്. അവൻ പ്രതാപശാലിയും യുക്തിമാനുമാകുന്നു. ഹുവല്ലദീ അഖ്റജല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി മിൻ ദിയാരിഹിം ലിഅവ്വലിൽ ഹശ്ർ മാ ظننتم അൻ യഖ്റുജൂ വظنوا അന്നഹും مانعتهم حصونهم من الله فأتاهم الله من حيث لم يحتسبوا وقذف في قلوبهم الرعب يخربون بيوتهم بأيديهم وأيدي المؤمنين فاعتبروا يا أولي الأبصار. വേദക്കാരിൽ നിന്ന് സത്യനിഷേധികളെ ഒന്നാമത്തെ നാടുകടത്തലിൽ സ്വഭവനങ്ങളിൽ നിന്നും പുറത്താക്കിയവനാണവൻ. അവർ പുറത്തുപോകുമെന്ന് നിങ്ങൾ കരുതിയിരുന്നില്ല. തങ്ങളുടെ കോട്ടകൾ അല്ലാഹുവിൽ നിന്നും തങ്ങളെ തടഞ്ഞു നിർത്തുന്നവയാണെന്ന് അവർ ധരിക്കുകയും ചെയ്തു. എന്നാൽ അവർ ഊഹിക്കാത്ത ഭാഗത്തുകൂടി അല്ലാഹുവിന്റെ ശിക്ഷ അവർക്ക് വരികയും അവരുടെ ഹൃദയങ്ങളിൽ അവൻ ഭീതിയിട്ട് കൊടുക്കുകയും ചെയ്തു. അവർ തങ്ങളുടെ വീടുകളെ സ്വന്തം കൈകൾ കൊണ്ടും സത്യവിശ്വാസികളുടെ കൈകൾ കൊണ്ടും നശിപ്പിക്കുന്നു. അപ്പോൾ കണ്ണുകളുള്ളവരെ നിങ്ങൾ ശരിക്കും ചിന്തിച്ചു നോക്കുക. വലൗലാ അൻ കതബല്ലാഹു അലൈഹിമുൽ ജലാഅ ലഅദ്ദബഹും ഫിദ് ദുനിയാ വലഹും ഫിൽ ആഖിറതി അദാബുൻ നാർ. ഈ നാട് വിട്ടുപോകൽ അല്ലാഹു അവരുടെ മേൽ വിധിച്ചിരുന്നെങ്കിൽ ഇഹത്തിൽ വെച്ച് തന്നെ അല്ലാഹു അവരെ മറ്റു തരത്തിൽ ശിക്ഷിക്കുമായിരുന്നു. പരലോകത്തിൽ അവർക്ക് നരകശിക്ഷയുണ്ട്. ذلك بأنهم شاقوا الله ورسوله ومن يشاق الله فإن الله شديد العقاب. അല്ലാഹുവോടും അവന്റെ ദൂതനോടും അവർ മത്സരിച്ചതുകൊണ്ടാകുന്നു അത്. അല്ലാഹുവിനോട് ആരെങ്കിലും മത്സരിച്ചാൽ തീർച്ചയായും അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു. ما قطعتم من لينة أو تركتموها قائمة على أصولها فبإذن الله وليخزي الفاسقين. സത്യവിശ്വാസികളെ, നിങ്ങൾ ഈത്തപ്പനയിൽ നിന്ന് എന്തെങ്കിലും മുറിക്കുകയോ അല്ലെങ്കിൽ അവയെ മുരടുകളിൽ നിലകൊള്ളുന്നതായി വിടുകയോ ചെയ്താൽ അത് അല്ലാഹുവിന്റെ അനുവാദപ്രകാരമാകുന്നു. സത്യവിശ്വാസികളെ ആദരിക്കാനും ആ ധിക്കാരികളെ നിന്ദിക്കാനും വേണ്ടിയാണത്. وما أفاء الله على رسوله منهم فما أوجبتم عليه من خيل ولا ركاب ولكن الله يسلط رسله على من يشاء والله على كل شيء قدير. അവരിൽ നിന്ന് തന്റെ ദൂതന് അല്ലാഹു കൈവരുത്തിക്കൊടുത്തതെന്തോ അതിനുവേണ്ടി നിങ്ങൾ കുതിരകളെയോ ഒട്ടകങ്ങളെയോ ഓടിച്ചിട്ടില്ല. പക്ഷേ അവൻ ഉദ്ദേശിക്കുന്നവരുടെ മേൽ തന്റെ ദൂതന്മാരെ അവൻ അധികാരപ്പെടുത്തുന്നു. അല്ലാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. الله على رسوله من أهل القرى فلله وللرسول ولذي القربى واليتامى والمساكين وابن السبيل كي لا يكون دولة بين الأغنياء منكم وما
آتاكم الرسول فخذوه وما نهاكم عنه فانتهوا واتقوا الله إن الله شديد العقاب. അതായത് അള്ളാഹു അവന്റെ റസൂലിന് നാട്ടുകാരിൽ നിന്ന് കൈവരുത്തി കൊടുത്തതെന്തോ അത് അള്ളാഹുവിനും അവന്റെ റസൂലിന്റെ അടുത്ത കുടുംബങ്ങൾക്കും അനാഥ കുട്ടികൾക്കും അഗതികൾക്കും വഴിയാത്രക്കാർക്കുമുള്ളതാണ്. ആ ധനം നിങ്ങളിലുള്ള ധനികർക്കിടയിൽ കൈമാറ്റപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ കൽപ്പിച്ചിരിക്കുന്നത്. റസൂൽ നിങ്ങൾക്ക് നൽകിയതെന്തോ അത് സ്വീകരിച്ചുകൊള്ളുക. നബി നിങ്ങളോട് വിരോധിച്ചതെന്തോ അതിൽ നിന്ന് അകന്നു നിൽക്കുക. അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്യുക. തീർച്ചയായും അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. المهاجرين الذين أخرجوا من ديارهم وأموالهم يبتغون فضلا من الله ورضوانا وينصرون الله ورسوله أولئك هم الصادقون. തങ്ങളുടെ വീടുകളിലും സ്വത്തുക്കളിലും നിന്നും പുറത്താക്കപ്പെട്ട മുഹാജിറുകളായ ദരിദ്രർക്കുള്ളതാണ്. പ്രത്യേകിച്ചും ആ സമ്പത്ത് അവർ അള്ളാഹുവിങ്കൽ നിന്നുള്ള അനുഗ്രഹവും പ്രീതിയും തേടുകയും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സഹായിക്കുകയും ചെയ്യുന്നു. അവർ പുറത്താക്കപ്പെട്ടത് അവർ തന്നെയാണ് സത്യസന്ധന്മാർ. والذين تبوأوا الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. അവരുടെ മുമ്പായി, മുഹാജിറുകളുടെ ആഗമനത്തിന് മുമ്പായി തന്നെ വാസസ്ഥലം സൗകര്യപ്പെടുത്തി വെച്ചവരും സത്യവിശ്വാസം സ്വീകരിച്ചവരുമായവർക്കുമുള്ളതാണ്. തങ്ങളുടെ സ്ഥലത്ത് അടുത്തേക്ക് ഹിജ്റ രാജ്യം ഉപേക്ഷിച്ചു വന്ന അവർ സ്നേഹിക്കുന്നു. മുഹാജിറുകൾക്ക് നൽകപ്പെട്ടതിനെക്കുറിച്ച് തങ്ങളുടെ മനസ്സുകളിൽ ഒരു അസൂയയും അവർ കണ്ടെത്തുകയില്ല. സ്വത്തിന് ആവശ്യമുണ്ടെങ്കിൽ പോലും തങ്ങളെക്കാൾ മറ്റുള്ളവർക്ക് അവർ പ്രാധാന്യം നൽകും. മനസ്സിന്റെ പിശുക്കിൽ നിന്ന്, ആർത്തിയിൽ നിന്ന് ആര് സുരക്ഷിതരായോ അവർ തന്നെയാണ് വിജയികൾ. والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. അവരുടെ ശേഷം വന്നവർക്കുമുള്ളതാണ്. അവർ പറയും, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾക്കും സത്യവിശ്വാസത്തോടെ മുൻകടന്നുപോയ ഞങ്ങളുടെ സഹോദരന്മാർക്കും നീ പുറത്തു തരികയും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സത്യവിശ്വാസികളോട് ഒരു പകയും ഉണ്ടാക്കാതിരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ നാഥ, തീർച്ചയായും നീ വളരെ കൃപയുള്ളവനും കാരുണ്യവാനുമാകുന്നു. ألم تر إلى الذين نافقوا يقولون لإخوانهم الذين كفروا من أهل الكتاب لئن أخرجتم لنخرجن معكم ولا نطيع فيكم أحدا أبدا وإن قوتلتم لننصرنكم والله يشهد إنهم لكاذبون. നബിയെ, കാപഢ്യം കാണിച്ചവരെ താങ്കൾ കണ്ടില്ലേ? വേദക്കാരിൽ നിന്നുള്ള സത്യനിഷേധികളായ തങ്ങളുടെ സഹോദരന്മാരോട് അവർ പറഞ്ഞു, നിങ്ങൾ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടാൽ ഞങ്ങളും നിങ്ങളോടൊപ്പം പുറത്തു പോകുക തന്നെ ചെയ്യും. നിങ്ങളുടെ കാര്യത്തിൽ ഒരിക്കലും ഒരാളെയും ഞങ്ങൾ അനുസരിക്കുകയില്ല. നിങ്ങളോട് യുദ്ധം ചെയ്യപ്പെട്ടാൽ തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. തീർച്ചയായും അവർ കള്ളം പറയുന്നവരാണെന്ന് അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു.
لئن أخرجوا لا يخرجون معهم ولئن قوتلوا لا ينصرونهم ولئن نصروهم ليولن الأدبار ثم لا ينصرون. അവർ പുറത്താക്കപ്പെട്ടാൽ ഇവർ അവരോടൊപ്പം പുറത്തു പോകുകയില്ല. അവരോട് യുദ്ധം ചെയ്യപ്പെട്ടാൽ ഇവർ അവരെ സഹായിക്കുകയുമില്ല. അവരെ സഹായിച്ചാൽ തന്നെയും ഇവർ പിന്തിരിഞ്ഞോടുകയാണ് ചെയ്യുക. പിന്നീട് അവർക്ക് ഒരു സഹായവും ലഭിക്കുകയില്ല. لأنتم أشد رهبة في صدورهم من الله ذلك بأنهم قوم لا يفقهون. സത്യവിശ്വാസികളെ, തീർച്ചയായും അവരുടെ ഹൃദയങ്ങളിൽ അല്ലാഹുവിനെക്കുറിച്ചുള്ളതിനേക്കാൾ കഠിനഭയം നിങ്ങളെക്കുറിച്ചാണ്. അവർ വസ്തുതകൾ ഗ്രഹിക്കാത്ത ഒരു ജനതയാണെന്നതുകൊണ്ടാണത്. لا يقاتلونكم جميعا إلا في قرى محصنة أو من وراء جدر بأسهم بينهم شديد تحسبهم جميعا وقلوبهم شتى ذلك بأنهم قوم لا يعقلون. കോട്ട വെച്ചു ഭദ്രമാക്കപ്പെട്ട നാടുകളിൽ വെച്ചോ മതിലുകളുടെ പിന്നിൽ നിന്നോ അല്ലാതെ അവർ സംഘടിതരായിക്കൊണ്ട് നിങ്ങളോട് യുദ്ധം ചെയ്യുകയില്ല. അവർക്കിടയിൽ അവരുടെ സമരശക്തി ശക്തമാണ്. അവർ സംഘടിതരാണെന്ന് താങ്കൾ ധരിക്കുന്നു. അവരുടെ ഹൃദയങ്ങളാകട്ടെ വിഭിന്നങ്ങളാണ്. അത് അവർ ചിന്തിക്കാത്ത ജനതയായതുകൊണ്ടാണ്. كمثل الذين من قبلهم قريبا ذاقوا وبال أمرهم ولهم عذاب أليم. ഇവരുടെ സ്ഥിതി അടുത്ത കാലത്ത് ഇവരുടെ മുമ്പുണ്ടായിരുന്നവരുടെ സ്ഥിതി പോലെയാണ്. തങ്ങളുടെ കാര്യത്തിന്റെ ദുഷ്ഫലം ഇഹലോകത്ത് വെച്ച് അവർ അനുഭവിച്ചു. പരലോകത്ത് അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. كمثل الشيطان إذ قال للإنسان اكفر فلما كفر قال إني بريء منك إني أخاف الله رب العالمين. ആ കപടവിശ്വാസികളുടെ സ്ഥിതി പിശാചിന്റെ സ്ഥിതി പോലെയാണ്. നീ സത്യം നിഷേധിക്കുക എന്ന് അവൻ മനുഷ്യനോട് പറഞ്ഞ സന്ദർഭം. അങ്ങനെ മനുഷ്യൻ സത്യം നിഷേധിച്ചപ്പോൾ പിശാച് പറഞ്ഞു, തീർച്ചയായും ഞാൻ നിന്നിൽ നിന്നും ഒഴിവായവനാണ്. നാം തമ്മിൽ ബന്ധമൊന്നുമില്ല. തീർച്ചയായും ലോകനാഥനായ അല്ലാഹുവിനെ ഞാൻ ഭയപ്പെടുന്നു. فكان عاقبتهما أنهما في النار خالدين فيها وذلك جزاء الظالمين. അങ്ങനെ അവർ ഇരുവരുടെയും പര്യവസാനം ഇരുവരും നരകത്തിലാണ് എന്നതായി തീർന്നു. അവരതിൽ ശാശ്വതവാസികളാകുന്നു. അതാണ് അക്രമികളുടെ പ്രതിഫലം. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. നാളേക്കു വേണ്ടി താൻ മുൻകൂട്ടി ഒരുക്കി വെച്ചിട്ടുള്ളതെന്താണെന്ന് ഓരോ മനുഷ്യനും ചിന്തിക്കട്ടെ. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. നിങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അല്ലാഹു സൂക്ഷ്മജ്ഞനാകുന്നു തീർച്ച. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. അല്ലാഹുവിനെ മറന്നുകളയുകയും തന്നിമിത്തം അവർക്ക് തങ്ങളെ തന്നെ അവൻ വിസ്മരിച്ചു കളയുകയും ചെയ്തവരെ പോലെ നിങ്ങൾ ആകരുത്. അങ്ങനെയുള്ളവർ തന്നെയാണ് ധിക്കാരികൾ. لا يستوي أصحاب
النار وأصحاب الجنة هم الفائزون. നരകക്കാരും സ്വർഗക്കാരും തുല്യരാവുകയില്ല, സ്വർഗക്കാർ തന്നെയാണ് വിജയികൾ. لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون. ഈ ഖുർആനെ ഒരു പർവ്വതത്തിൽ നാം അവതരിപ്പിച്ചിരുന്നെങ്കിൽ അത് വിനയം കാണിക്കുന്നതായും അള്ളാഹുവിനെ ഭയപ്പെട്ടതിനാൽ പൊട്ടിപ്പിളരുന്നതായും നീ കാണുമായിരുന്നു. ആ ഉപമകൾ നാം മനുഷ്യർക്ക് വേണ്ടി വിവരിക്കുന്നു, അവർ ചിന്തിക്കാൻ വേണ്ടി. هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم. അവൻ അല്ലാഹുവാണ്, അവനല്ലാതെ വേറെ ഒരു ഇലാഹുമില്ല. ദൃശ്യവും അദൃശ്യവും അറിയുന്നവൻ, അവൻ കാരുണ്യവാനും കരുണാനിധിയുമാണ്. هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. അതെ, താനല്ലാതെ വേറെ ഇലാഹുമില്ലാത്ത അല്ലാഹുവാണവൻ. അവൻ രാജാവും മഹാപരിശുദ്ധനും അത്യുന്നതനുമാകുന്നു. അഭയം നൽകുന്നവനും മേൽനോട്ടം നടത്തുന്നവനും പ്രതാപശാലിയും പരമാധികാരിയും മഹോന്നതനുമാണ്. അവർ പങ്കുചേർക്കുന്നതിൽ നിന്നും അല്ലാഹു പരിശുദ്ധനാകുന്നു. هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. അവൻ അല്ലാഹുവാണ്, സൃഷ്ടിക്കുന്നവനും നിർമ്മിച്ചുണ്ടാക്കുന്നവനും രൂപം നൽകുന്നവനും. അവന് ഉത്കൃഷ്ടനാമങ്ങളുണ്ട്. ആകാശഭൂമികളിലുള്ളവയെല്ലാം അവന്റെ പരിശുദ്ധിയെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ പ്രതാപശാലിയും യുക്തിമാനുമാകുന്നു.